ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം ശൈലിയിൽ പറയാട്ടാ, ഇഷ്ടമാവുമെന്ന് നോക്കണേ. രാവിലെ തന്നെ എണീച്ചിനെങ്കിലും ഹോസ്റ്റൽ വൈബ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 ആളും കെട്ടിപ്പിടിച്ച് കിടന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. പ്രത്യേകിച്ച് ഏടിയും പോവാൻ പ്ലാനും ഉണ്ടായിട്ടാ. അമ്മ നിറയെ ചെടികൾ വളർത്തുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മുന്നിലൂടെ തോടൊഴുകുന്നുണ്ട്, നല്ല ഗ്ലാസ് പോലെയുള്ള വെള്ളം. ഋതുവിൻ്റെ അച്ചമ്മയ്ക്ക് 103 വയസ്സായി. രാവിലെ എണീച്ചേരം തൊട്ട് അച്ചമ്മ കള അടിക്കാൻ തുടങ്ങിയതാണ്. ആരെയും സമ്മതിക്കൂലോലും അച്ചമ്മക്ക് തന്നെ അടിക്കണമെന്ന്. ചെറുതായിട്ട് ഓർമ്മക്കുറവുണ്ട്. അച്ചമ്മേനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മേനെയാണ് ഓർമ്മ വരുന്നത്. എവിടെയോ ഒരു സിമിലാരിറ്റി. കുറച്ച് നേരത്തെ പരിപാടിക്ക് ശേഷം ബോധോദയം വന്ന പോലെ എവിടെയെങ്കിലും പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള പെരുവണ്ണാമൊഴി ഡാമിലേക്ക് തിരിച്ചു. ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് മറ്റേ സഞ്ചാരത്തിൽ പറയണ മാതിരി പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര കണ്ണിന് കുളിർമ തന്നെ എന്നെല്ലാം പറയണമെന്നുണ്ട്. പക്ഷേ എനിക്കത് വരില്ല. ഞങ്ങളെല്ലാവരും റെഡിയായി വരുമ്പോഴേക്കന്നെ ഉച്ചരയായിട്ടുണ്ടായിനെ. അപ്പം സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയം. റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് ഹോസ്റ്റലത്തെ കാര്യങ്ങൾ തന്നെയാണ്. കോളേജ് വിട്ടപ്പാടെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും ഹോസ്റ്റലിലെത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വെപ്രാളും പിടച്ചിലെല്ലാണ്. എല്ലാവരും വരുന്നു, കുളിക്കുന്നു, നനയ്ക്കുന്നു. ബാക്കിയുള്ളവർ കണ്ടാൽ വിചാരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൃതിയാണെന്ന്. കുളിയും നനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ നിരന്നിരുന്നിട്ട് ഫോൺ നോക്കുകയും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുകയും കഥ പറയും ഒക്കെയാണ്. അപ്പോഴേക്കായിരിക്കും എല്ലാവരും വരുന്നുണ്ടാവുക. രാവിലെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും എണീക്കുന്നതിനേക്കാൾ മുന്നേ എണീക്കും. അപ്പം തന്നെ കുളിയും നനയും ഒക്കെ കഴിയും. എന്നിട്ട് റെഡിയായി നല്ല സുന്ദരി കുട്ടപ്പിമാരായിട്ട് ഓരോ വീഡിയോസും യൂട്യൂബും ഒക്കെ തുറന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ടോ ഏറ്റവും ലാസ്റ്റ് കോളേജിലെത്തുന്നതും നമ്മൾ തന്നെയായിരിക്കും. ഇപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരെല്ലാം ഒരേ സ്ഥലത്ത് എത്തിപ്പെടുന്നതല്ലേ. അല്ലെങ്കിലും ചേരേണ്ടതല്ലേ ചേരൂ. അതുകൊണ്ടാണോന്നറിയില്ല, ഞങ്ങൾക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. കാണണമെന്ന് തോന്നുമ്പോൾ കാണാൻ പറ്റാറുണ്ട്. ഈ വീഡിയോ ഞങ്ങൾക്കൊരു അസറ്റാണ്. കണ്ണ് ചിമ്മി തുറക്കണ മാതിരിയാണ് ഈ ദിവസം കടന്നു പോയത്. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ സമയം പോണത് അറിയില്ല, അല്ലേ?